ഹായ് എരിവൺ, AC കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ലാസ്റ്റ് ഒരു ടോപ്പിക് നമ്മൾ പറഞ്ഞായിരുന്നു. അതെന്താ ലാസ്റ്റ് ടോപ്പിക്ക്? ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ പഠിച്ചത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നിർത്തിയ ടോപ്പിക്ക്. അപ്പോൾ ആ ഫോർമാറ്റ് എന്ത് ചെയ്യാം, ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 3 കോളംസ് മതി. ഈ കോളം വേണ്ട. ഈ 2 കോളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് കാണും, കറണ്ട് ഇയറിലെ എമൗണ്ട് കാണും. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കറണ്ട് ഇയറിലെ എമൗണ്ട് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എമൗണ്ട് കോളം മാത്രം വരച്ചാൽ മതി. പ്രീവിയസ് ഇയറിലെ കോളം ഉണ്ടെങ്കിൽ മാത്രം ഇത് വരച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോളം വേണ്ട. ഇത് ഫോർമാറ്റ് ആയതുകൊണ്ട് കറണ്ട് ഇയറിലെ എമൗണ്ട് കോളം പ്രീവിയസ് ഇയറിലെ എമൗണ്ട് കോളം തന്നിരിക്കും. ഓക്കെ, ഈ കറണ്ട് ഇയർ ആണ് പ്രീവിയസ് ഇയറിന് എങ്ങനെ മനസ്സിലാവും? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2023 ഉണ്ട്, 2024 ഉണ്ട്. അപ്പോൾ കറണ്ട് ഇയർ ഏതാണ്? 2024 ആയിരിക്കും. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2023. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ഏത് ഇയർ ആണ് മെൻഷൻ ചെയ്ത് നോക്കുക. കറണ്ട് ഇയർ ആണോ പ്രീവിയസ് ഇയർ ആണെന്ന് നോക്കുക. കറണ്ട് ഇയറിലെ ഡേറ്റ് ആണ് പറഞ്ഞെങ്കിൽ കറണ്ട് ഇയറിന്റെ എമൗണ്ട് കോളം മാത്രം വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയ്ക്കകത്ത് 3 കോളംസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് കറണ്ട് ഇയറിലെ എമൗണ്ട് കോളം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കുക, നിങ്ങൾ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞത് വെർട്ടിക്കൽ ഫോമാണ്. ഏത് ഫോമാണ്? വെർട്ടിക്കൽ ഫോമാണ്. വെർട്ടിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ആദ്യം ലൈബ്രറി തുടങ്ങിയിട്ട് അവസാനിക്കുന്നതായിരിക്കും അസറ്റ് ആയിരിക്കും. ആ ഒരു ഫോമിലാണ് വെർട്ടിക്കൽ ഫോം എന്ന് പറഞ്ഞത്. ഹൊറിസോണ്ടൽ ഫോം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഒരുമിച്ച് അങ്ങ് പോകും. അതായത് നമ്മൾ ആദ്യം ലൈബ്രറീസ് എഴുതും, പിന്നെ എമൗണ്ട്, പിന്നെ അസറ്റ്, പിന്നെ എമൗണ്ട്, അങ്ങനെയാണ് എഴുതുന്നത്. വെർട്ടിക്കൽ ഫോം എന്ന് പറയുമ്പോൾ ആദ്യം ലൈബ്രറി ആയിട്ട് അതിൻ്റെ താഴോട്ട് എന്ത് ചെയ്യും, അസറ്റ് എഴുതിപ്പോകും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് പ്രീവിയസുള്ള കോളം വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിയുള്ള എമൗണ്ട് കോളം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡിങ് എന്തെന്ന് അറിയാമോ? ആദ്യം കമ്പനിയുടെ പേര് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ താഴെ ബാലൻസ് ഷീറ്റ്, അസോൺ, അവിടെ ക്വസ്റ്റിനകത്ത് ഏത് ഇയറിലെ എന്തുവാണ് പറഞ്ഞിരിച്ചാൽ അത് എഴുതണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയാം, ABC ലിമിറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ABC ലിമിറ്റഡ് കമ്പനി ആയിട്ട് താഴെ ബാലൻസ് അസോൺ ഒരു ഡേറ്റ് പറയുക, 31/3/2016 പറഞ്ഞെങ്കിൽ ബാലൻസ് ഷീറ്റ് അസോൺ 31/3/2016 എഴുതണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് സെൻറ്ററിൽ വേണം എഴുതാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലേഴ്സ്, പിന്നെ നോട്ട് നമ്പർ. ഈ നോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് നോട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റംസ് എന്ത് ചെയ്യും, വർക്കിംഗ് നോട്ട് ഉണ്ടാവും. അപ്പോൾ ആ വർക്കിംഗ് നോട്ട് നമ്പർ എന്ത് ചെയ്യണം, അതിവിടെ ചൂണ്ടിക്കാണിക്കണം. ഓക്കെ, പിന്നെ എമൗണ്ട് അത് എഴുതിയാൽ മതി. അപ്പോൾ ഏത് ഇയറിലെ എമൗണ്ട് ആണ്? കറണ്ട് ഇയറിലെ എമൗണ്ട്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, കറണ്ട് ഇയർ, എമൗണ്ട് അത് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ആദ്യം എഴുതുന്നത് ലൈബിലിറ്റി സൈഡ് ഐറ്റംസ് ആണ്. അതാണ് നമ്മൾ റോമൻ 1 കൊടുത്തത്, ഈക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസിന് കൊടുത്തത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞത് മെയിൻ ഹെഡ് നമ്പർ കമ്പൽസറി ആയിട്ട് എഴുതണം. അത് ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആ ഐറ്റം വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മെയിൻ ഹെഡ് കമ്പൽസറി ആയിട്ട് എഴുതിയാൽ പറ്റും കേട്ടോ. ആദ്യത്തെ മെയിൻ ഹെഡ് ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് അല്ലെ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് എമൗണ്ട് തരത്തില്ല, അതിന് പകരം ലിസ്റ്റുകൾ തരും. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ലിസ്റ്റിനകത്ത് എന്ത് ചെയ്യണം, എമൗണ്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് എഗൻസ്റ്റ് ഷെയർ വാറണ്ട് ഉണ്ടോ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് കമ്പൽസറി ആയിട്ട് എഴുതണം. അതിലുള്ള ഐറ്റംസ് 3 ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഈ 3 ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം എഴുതുക, ഇല്ലെങ്കിൽ ഉള്ളവരെ മാത്രം ചെയ്യണം, എഴുതി പോയാൽ മതി കേട്ടോ. ഇത് കമ്പൽസറി അല്ല, ഉള്ളവരുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ മതി, എഴുതി പോയാൽ മതി. ഈ ഹെഡ് കമ്പൽസറി ആണ് കേട്ടോ. ഇനി 2 നോക്കിയേ, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. ഇതിന്റെ എമൗണ്ട് ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ചെയ്യണം അവിടെ കാണിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നില്ലെന്ന് എഴുതണം. നില്ലെന്ന് പറഞ്ഞാൽ എന്തുവാ, ഒന്നുമില്ല എന്നർത്ഥം. അത് ബ്ലാങ്ക് ഒരു ഹൈഫൻ കൊടുക്കുകയോ നില്ലെന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഇതിന്റെ എമൗണ്ട് ക്വസ്റ്റിനകത്ത് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു ഐറ്റം എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എമൗണ്ട് ഇല്ലെങ്കിൽ നില്ലെന്ന് എഴുതുക, ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കുക. ഇനി 3ാമത്തെ ഐറ്റം എന്താണ്? നോൺ കാർഡ് ലൈബിലിറ്റി. അപ്പോൾ നോൺ കാർഡ് ലൈബിലിറ്റി എന്തൊക്കെയാണ് വരുന്നത് പറഞ്ഞേ? എന്തൊക്കെയാണ്? ലോങ് ടൈം ബോറോവിങ്സ് ഉണ്ട്, ഡിഫേർഡ് ടാക്സ് ലൈബിലിറ്റീസ് ഉണ്ട്, അതർ ലോങ് ടൈം ലൈബിലിറ്റീസ് ഉണ്ട്, ലോങ് ടൈം പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് 4 ഐറ്റംസിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ 4 ഐറ്റംസ് എഴുതുക, 3 ഉണ്ടെങ്കിൽ 3 എഴുതുക. ഓക്കെ, ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതങ്ങ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ മെയിൻ ഹെഡ് എഴുതുന്ന കാര്യം മറക്കരുത്. ഓക്കെ, 4ാമത്തെ ഐറ്റം എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ. കറണ്ട് ലയബിലിറ്റി എന്തൊക്കെ വരും? ഷോർട്ട് ടൈം ബോറോവിങ്സ്, ട്രേഡ് പേബിള, അതർ കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടൈം പ്രൊവിഷൻസ്. ഈ ട്രേഡ് പേബിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേരുന്നതാണ്? സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും കൂടെ ചേരുമ്പോഴാണ് ട്രേഡ് പേബിൾ എന്ന് വരുന്നത്. അതർ കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടൈം പ്രൊവിഷൻസ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് എന്തെന്ന് പറയുന്നത് ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യണം ലയബിലിറ്റി എല്ലാം കൂടെ ടോട്ടൽ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ആയിട്ട് 1 + 2 + 3 + 4. അപ്പോൾ ഏതാണ്? അതെ, 1ലെ എല്ലാ ഐറ്റംസും, 2ലെ ഐറ്റം ഉണ്ടെങ്കിൽ അത് കൂട്ടുക, 3ലെ എല്ലാ ഐറ്റം ഉണ്ടെങ്കിൽ അത് കൂട്ടുക, 4ലെ എല്ലാ ഐറ്റം ഉണ്ടെങ്കിൽ കൂട്ടുക. അപ്പോൾ അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം ഇവിടെ കാണിക്കണം. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു. അപ്പോൾ റോമൻ 1 എന്ന് പറയുമ്പോൾ ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആണ്. അതായത് ഈക്വിറ്റി എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് പ്ലസും ചേർത്താണ് വരുന്നത് കേട്ടോ. അതിനോടൊപ്പം ആരും കൂടെ വരും? ലയബിലിറ്റീസും കൂടെ വരും. അപ്പോൾ ഇത്രയും പേര് മനസ്സിലായല്ലോ. ഈ ഫോർമാറ്റ് നല്ലപോലെ പഠിക്കണം. നല്ലപോലെ പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ സീനിയർ ബാച്ചിന് എസ് എ പ്രോബ്ലമായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 15 മാർക്കിന്. നിങ്ങൾക്ക് 10 മാർക്കിനാണ് എസ് എ പ്രോബ്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുക? നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഈ ബാലൻസ് ഷീറ്റും ഇനി പഠിപ്പിക്കാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഇനി അടുത്ത റോമൻ 2 ഏതാണ്? അസറ്റ് ആണ് അല്ലേ. അതിൽ തന്നെ ഒന്നാമത്തെ എന്താണ്? നോൺ കറണ്ട് അസറ്റ് ആണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫിക്സഡ് അസറ്റ് ആണ് അല്ലേ. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ടാഞ്ചിബിൾ അസറ്റും ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റും ഉണ്ട്, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ബി എന്താണ്? നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. സി എന്താണ്? ഡിഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ട്. ഡി എന്താണ്? ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. പിന്നെ ഈ എന്താണ്? അതർ നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? നോൺ കറണ്ട് അസറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പോൾ 1നകത്ത് വരുന്നതാണ് നോൺ കറണ്ട് അസറ്റ്. അതാണ് മെയിൻ ഹെഡ്. ഓക്കെ ആണല്ലോ. പിന്നെ അതിൽ വരുന്ന സബ് ഹെഡ് ആണ് എ ഫിക്സഡ് അസറ്റ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ ആണല്ലോ. ഇനി ബി എന്താണ്? നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. സി എന്താണ്? ഡിഫേർഡ് ടാക്സ് അസറ്റ്. ഡി എന്താണ്? ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. പിന്നെന്താണ്? അതർ നോൺ കറണ്ട് അസറ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത മെയിൻ ഹെഡാണ് 2ാമത് കറണ്ട് അസറ്റ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലന്റ്, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ കറണ്ട് അസറ്റ്. ഇത്രയാണ് വരുന്നത്. ട്രേഡ് റിസീവബിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേരുന്നതാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ട്രേഡ് റിസീവബിൾ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? എഴുതി പോവുക, ഇല്ലെങ്കിൽ എഴുതണ്ട കേട്ടോ. മെയിൻ ഹെഡ് എഴുതണം കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം എഴുതുക, ഇല്ലെങ്കിൽ എഴുതണ്ട. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ ലാസ്റ്റ് നമ്മൾ ചെയ്യണം ടോട്ടൽ ചെയ്യണം. അത് 1 + 2 ആണ്. അത് അസറ്റിന്റെ 1ഉം 2ഉം. 1 ഏതാണ്? നോൺ കറണ്ട് അസറ്റും, 2 ഏതാണ്? കറണ്ട് അസറ്റും. അപ്പോൾ അതിന്റെ ടോട്ടൽ ഇവിടെ ഇടണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാലൻസ് നമ്മൾ ചെയ്യണം 2 സൈഡ് ടാലി ആവണം അല്ലേ. അതായത് ലയബിലിറ്റി സൈഡിലെ എന്താണ്? ടോട്ടലും അസറ്റിന്റെ ടോട്ടൽ ചെയ്യണം ഒരേപോലെ കിട്ടണം. അപ്പോഴാണ് ഇത് ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഇല്ലസ്ട്രേഷൻ 3.2.1 നോക്കുക. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാമേ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ, അതായത് താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് പ്രിപ്പയർ ദി ബാലൻസ് ഷീറ്റ് ഓഫ് APC ലിമിറ്റഡ്. ഉണ്ടോ? കമ്പനിയുടെ പേരെന്താണ്? APC ലിമിറ്റഡ്. എന്ത് പ്രിപ്പയർ ചെയ്യാൻ വരിക്കുന്ന? ബാലൻസ് ഷീറ്റ് ആണ് അല്ലേ. എന്താ പറയുക? അസ് ഓൺ 31 മാർച്ച് 2021. ഉണ്ടോ? അപ്പോൾ ഒരു ഇയറിലെ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു ഇയറിലെ മാത്രം പറയുകയാണെങ്കിൽ അത് ഏത് ഇയർ ആയിരിക്കും? കറണ്ട് ഇയർ ആയിരിക്കും. ഉണ്ടോ? കണ്ടല്ലോ. ആസ് പെർ ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട്. ഉണ്ടോ? കമ്പനീസ് ആക്ട് 3ാമത്തെ ഷെഡ്യൂൾ പ്രകാരം 2021 മാർച്ച് 31 എന്ത് ചെയ്യണം? APC ലിമിറ്റഡ് കമ്പനി വെച്ചുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണം ബാലൻസ് ഷീറ്റ് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഫോം അല്ലയോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലായിട്ട് ബാലൻസ് ഷീറ്റ് ഓഫ് APC ലിമിറ്റഡ് ആസ് ഓൺ 31 മാർച്ച് 2021. അപ്പോൾ ഇത് കറണ്ട് ഇയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ എമൗണ്ട് കോളം മാത്രം മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം? പർട്ടിക്കുലേഴ്സ് എന്താണ്? നോട്ട് നമ്പർ എമൗണ്ട് കറണ്ട് ഇയർ എമൗണ്ട് ആണ്. ഓക്കെ അല്ലേ. ഓക്കെ,
പിന്നെ ഇവിടെ അറിയാലോ സീരിയൽ നമ്പർ, അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോ ഐറ്റംസ് നോക്കുക. ആദ്യം പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് ടു എംപ്ലോയീസ് ആണ്. അഡ്വാൻസസ് ടു എംപ്ലോയീസ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആണ്, അതായത് കറണ്ട് അസറ്റിലാണ് വരുന്നത്. അഡ്വാൻസ് ടു എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് ഏത് കാറ്റഗറി വരും? ഷോർട്ട് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ? ഓക്കെ ആണല്ലോ. നിങ്ങളുടെ ഫോർമാറ്റ് നോക്കിയാൽ കേട്ടോ, കറണ്ട് അസറ്റിനകത്ത് ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസിനകത്ത് വരുന്നതാണ് എന്ത്? അഡ്വാൻസ് ടു എംപ്ലോയീസ്. എത്ര രൂപ? 3 ലക്ഷം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി രണ്ടാമതാണ് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറി വരും? ഏത് കാറ്റഗറി? കറണ്ട് അസറ്റ് വരും. അത് ഏതാ വരുന്നത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് അല്ലേ? ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൽ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ക്യാഷ് ഹാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാഷ് തുല്യമായിട്ട് വരുന്നത്. അപ്പോൾ ക്യാഷിന് തുല്യമായിട്ട് വരുന്നവരാണ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറി കാണിക്കാം? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് കാണിക്കാം കറണ്ട് അസറ്റിനകത്ത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ഫർണിച്ചർ ഉണ്ട്, പ്രീമീസസ് ഉണ്ട്. ഈ ഫർണിച്ചറും പ്രീമീസസും എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ ഏതിനകത്താണ് വരുന്നത്? നോൺ കറണ്ട് അസറ്റിനകത്ത് വരുന്നത് അല്ലേ? അപ്പോൾ നോൺ കറണ്ട് അസറ്റിനകത്ത് ഫിക്സഡ് അസറ്റിനകത്താണ് ടാഞ്ചിബിളിനകത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ് നമുക്ക് 2 ഉള്ളത് കൊണ്ട് ഇതിനെന്ത് വരും? വർക്കിംഗ് നോട്ട് ആവശ്യം വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ടാഞ്ചിബിൾ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫർണിച്ചർ മാത്രം എഴുതിയാൽ മതി. ഇതിപ്പോൾ 2 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം വരും? വർക്കിംഗ് നോട്ട് ആവശ്യം വരും. ഓക്കെ, ഇനി അടുത്തതാണ് പേറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ പേറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പം മെയിൻ ഹെഡ് ഏതാണ്? നോൺ കറണ്ട് അസറ്റിനകത്ത് വരുന്ന ഫിക്സഡ് അസറ്റില്ലേ, അതിനകത്തുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ഈ എമൗണ്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്. അതേതാണ്? അതർ നോൺ കറണ്ട് അസറ്റ് ആണ് അല്ലേ? അപ്പോൾ അതർ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ താണ്ട് കണ്ടോ, ഈ ആണ് ഒന്നാമത്തെ സെക്ഷനിൽ ഈയുടെ അകത്ത് വരുന്നതാണ്. കണ്ടോ, അതർ നോൺ കറണ്ട് അസറ്റ് ആണ് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നത്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ട്രേഡ് റിസീവബിൾ ആണ് അല്ലേ? അപ്പോൾ ട്രേഡ് റിസീവബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് അസറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കിയാ കറണ്ട് അസറ്റിനകത്ത് ട്രേഡ് റിസീവബിൾ എന്നൊരു ഐറ്റം കണ്ടോ. അപ്പോൾ അത് എന്തൊക്കെ ചേർത്തായിരിക്കും? ബിൽസ്, റിസീവബിളും ഡെപ്റ്റേഴ്സും കൂടെ ചേർത്തായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തതാണ് അഡ്വാൻസ് ടാക്സ് ആണ്. അപ്പോൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അത് അതർ കറണ്ട് അസറ്റ് ആയിരിക്കും അല്ലേ? നോക്കിയേ, കറണ്ട് അസറ്റിനകത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ടോ? അതർ കറണ്ട് അസറ്റ്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ആര്? അഡ്വാൻസ് ടാക്സ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് 8% ഗവൺമെന്റ് ബോണ്ടാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻവെന്ററീസ് എന്ന് പറയും. എന്താ പറയുക? ഇൻവെന്ററീസ് എന്ന് പറയും അല്ലേ? ഇൻവെന്ററീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് അസറ്റിനകത്ത് വരുന്ന ബിയുടെ കാറ്റഗറിയാണ്. കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതിനകത്ത് വരുന്നതാണ്? ഷെയർ ക്യാപിറ്റൽ എന്നൊരു ഐറ്റം കണ്ടോ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്തുള്ള 7 ഓപ്ഷൻ ഉണ്ടോ ഷെയർ ക്യാപിറ്റൽ? അപ്പോൾ ആ എമൗണ്ടിനകത്ത് കാണിക്കുന്നതാണ് ആര്? ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തതോ ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ ഏതിനകത്ത് വരുന്നതാണ്? റിസർവ് ആൻഡ് സർപ്ലസിന്റെ പോർഷൻ ആണ്. റിസർവ് ആൻഡ് സർപ്ലസിന്റെ പോർഷൻ ആണ് ആര് വരുന്നത്? ക്യാപിറ്റൽ റിസർവ് എന്ന് വരുന്നത്. അതിനും വർക്കിംഗ് നോട്ട് ഉണ്ട്. അതിനെന്തുണ്ട്? വർക്കിംഗ് നോട്ട് ഉണ്ട്. അതിന്റെ ഐറ്റം താഴെ ഏതെങ്കിലും കാണും. അപ്പോൾ നമുക്ക് അത് നോക്കുമ്പോൾ പറയാം. ഇനി അടുത്തെന്താണ്? ലോൺ ഫ്രം SBI. അപ്പോൾ ലോൺ ഫ്രം SBI എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് ടൈം ബോറോവിങ്സ് ആണ്. ലോൺ ഫ്രം SBI എന്ന് പറയുമ്പോൾ എന്താണ്? SBI നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലോങ് ടൈം ബോറോവിങ്സ് ആണ്. അപ്പോൾ ലോങ് ടൈം ബോറോവിങ്സ് ഏതിനകത്ത് വരുന്നത്? താണ്ടേ നോൺ കറണ്ട് ലൈബിലിറ്റിക്കകത്തുള്ള ഫസ്റ്റ് ആയിട്ടാണ് ലോങ് ടൈം ബോറോവിങ്സ് അത് വരുന്നതാണ്. കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തതാണ് പ്രൊവിഷൻസ് ഫോർ എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട്. കണ്ടോ, എംപ്ലോയീസ് വെൽഫെയർ ഫണ്ടിൽ നമുക്ക് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? പ്രൊവിഷൻ ആണ് അല്ലേ? ആണല്ലോ. എന്താണ് നമ്മൾ പറയുന്നത്? പ്രൊവിഷൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കണ്ടോ എവിടെ കിടക്കുന്ന പ്രൊവിഷൻ? കണ്ടോ, ലോങ് ടൈം പ്രൊവിഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തെന്താണ്? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്നൊരു ഐറ്റം നമുക്ക് ഇതിനകത്ത് എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതാണ് ഷോർട്ട് ടൈം ലോൺസ് ഫ്രം ബാങ്ക്. കണ്ടോ, ബാങ്കിൽ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് ലോൺ ആവശ്യം. അപ്പോൾ അതെന്താണ്? ബോറോവിങ്സ് ആണ്. അത് ഏത് ബോറോവിങ്സ് ആണ്? ഷോർട്ട് ടൈം
ബോറോവിങ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഷോർട്ട് ടൈം ബോറോവിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് നമ്മുടെ കറണ്ട് ലയബിലിറ്റിക്ക് അത് ഐറ്റം കണ്ടോ, കറണ്ട് ലയബിലിറ്റിക്ക് ഷോർട്ട് ടൈം ബോറോവിങ്സിന്റെ ഐറ്റം കണ്ടോ, അതാണ്. ഇനി അടുത്തതാണ് അൺപെയ്ഡ് ഡിവിഡൻഡ്. അൺപെയ്ഡ് ഡിവിഡൻഡ് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ട് മാറ്റാം, അതർ കറണ്ട് ലയബിലിറ്റിയോട്ട് മാറ്റാം. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം പറയുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ ആണല്ലോ, അത് ലയബിലിറ്റി ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റ് DR എന്ന് പറയുകയാണെങ്കിൽ, DR മീൻസ് പറഞ്ഞിട്ടോ ഡെബിറ്റ് ബാലൻസ്, അത് നമ്മൾ എങ്ങോട്ട് മാറ്റണം, അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും, റിസർവ് ആൻഡ് സർപ്ലസിലോട്ട് മാറ്റേണ്ടി വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, താണ്ടെ ഞാൻ നേരത്തെ ക്യാപിറ്റൽ റിസർവ് എന്നിട്ട് ഈ ക്യാപിറ്റൽ റിസർവിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. അത് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ്. ഡെബിറ്റ് ബാലൻസ് ആയിരുന്നെങ്കിലോ കുറച്ച് കാണിക്കണം, അത് അസറ്റ് വരുമ്പോൾ കുറച്ച് കാണിക്കണം. ഓക്കെ അല്ലേ, അതായത് ക്യാപിറ്റൽ റിസർവ് നമ്മൾ ലൈബിലിറ്റീസ് ആയിട്ട് കാണിക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലൈബിലിറ്റീസ് കാണിക്കണം. അപ്പോൾ രണ്ടുപേരും ഒരേ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യണം, കൂട്ടി കാണിക്കണം. നേരെ മറിച്ച് ഇവിടെ DR എന്ന് പറയുകയാണെങ്കിൽ, അത് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, അസറ്റ് ആണ് അല്ലേ. അപ്പോൾ ലൈബിലിറ്റിയും അസറ്റും വെവ്വേറെ അല്ലേ, അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം പറയുകയാണെങ്കിൽ അതെന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസിന് എന്തുണ്ട്, ഒരു വർക്കിംഗ് നോട്ട് ഉണ്ട്. ക്യാപിറ്റൽ റിസർവിനൊപ്പം ആര് വരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നുണ്ട്. പിന്നെന്താണ്, ബിൽസ് പേബിൾ ഉണ്ട്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇതെന്താണ്, ട്രേഡ് പേബിൾ ആണ്. അപ്പോൾ ഇതും വർക്കിംഗ് നോട്ടാണ്. കണ്ടോ, നേരത്തെ ട്രേഡ് റിസൾട്ട് കണ്ടോ, അത് രണ്ടും കൂടെ ചേർത്തുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഇതിപ്പോൾ എന്താണ്, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡ് പേബിൾ എന്ന് പറഞ്ഞ് ഇത് രണ്ടും കൂടെ ചെയ്യണം, കൂട്ടി കാണിക്കണം. അപ്പം ഇതൊരു വർക്കിംഗ് നോട്ടായി. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എവിടേക്കാണ് വർക്കിംഗ് നോട്ട് വരേണ്ടത്, ടാഞ്ചിബിൾ അസറ്റിന് ഒരു വർക്കിംഗ് നോട്ട് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ റിസർവ് ആൻഡ് സർപ്ലസ്, അത് ക്യാപിറ്റൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെന്താണ്, ട്രേഡ് പേബിൾ, അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യണം, ആഡ് ചെയ്യണം. ടാഞ്ചിബിൾ അസറ്റും ഇത് രണ്ടും ഐറ്റം അല്ലേ, അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 3 വർക്കിംഗ് നോട്ടാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആൻസർ നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, റോമൻ ഫണ്ട് കൊടുത്തിട്ട് ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന് കൊടുക്കുക. മെയിൻ ഹെഡ് എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആകെ എത്ര ഐറ്റംസ് ഉണ്ട്, 2 ഐറ്റംസേ വന്നിട്ടുള്ളൂ. ഒന്ന് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, രണ്ടെന്താണ്, റിസർവ് ആൻഡ് സർപ്ലസ് അല്ലേ. ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആരാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞത്, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. എത്ര രൂപ, 50 ലക്ഷം അല്ലേ. ഈ 50 ലക്ഷം നമ്മൾ ചെയ്യണം, നേരെ ഔട്ടർ കോളത്തിൽ കാണിക്കുക. കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത ആരാണ്, റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ് ആൻഡ് സർപ്ലസിന് നമുക്ക് എന്തുണ്ട്, ഒരു വർക്കിംഗ് നോട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നിങ്ങളുടെ ഈ ഫോർമാറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യണം, വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞ് ഹെഡിങ് ആയിട്ട് നമ്പർ 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹെഡിങ് എന്ത് ചെയ്യാം, റിസർവ് ആൻഡ് സർപ്ലസിന് എഴുതാം. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ക്യാപിറ്റൽ റിസർവ് എത്ര രൂപ, 60,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് ക്രെഡിറ്റ് ബാലൻസിന് കാണിക്കുക 42,980 അല്ലേ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 102,980 വരും. ഈ എമൗണ്ട് ആണ് എവിടെ കാണിക്കുന്നത്, ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് കാണിച്ചു, അതിനകത്ത് എന്തുണ്ട്, കിട്ടിയ എമൗണ്ട് ഇവിടെ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഈ 2 ഐറ്റംസ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഫോർമാറ്റ് എത്ര ഐറ്റംസ് ഉണ്ട്, 3 ഐറ്റംസ് വരുന്നുണ്ട് അല്ലേ. പക്ഷെ 3ാമത്തെ ഐറ്റം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം വേണ്ട. അപ്പോൾ 2 ഐറ്റമേ ഉള്ളൂ. അപ്പോൾ ആ 2 ഐറ്റം മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ മെയിൻ ഹെഡ് എന്താണ്, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ് അല്ലേ. പക്ഷെ അതിൻ്റെ എമൗണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് കാണുന്നില്ല. എന്നാലും ഇത് മെയിൻ ഹെഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ നേരെ എന്ത് ചെയ്യണം, എമൗണ്ട് കോളത്തിൽ നില്ലെന്ന് എഴുതിക്കാം. കാരണം എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നില്ലെന്ന് കാണിച്ചു. കണ്ടല്ലോ. ഓക്കെ, ഇനി 3ാമത്തെ മെയിൻ ഹെഡ് എന്താണ്, നോൺ കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റി നമ്മൾ 2 ഐറ്റംസേ ഉള്ളൂ. ആരൊക്കെയാണ്, ലോങ് ടൈം ബോറോവിങ്സ് ഉണ്ട്, ലോങ് ടൈം പ്രൊവിഷൻ ഉണ്ട് അല്ലേ. എത്ര എമൗണ്ട്, 8 ലക്ഷം, 6 ലക്ഷം. അപ്പോൾ ലോങ് ടൈം ബോറോവിങ്സ് എന്ന് പറയുമ്പോൾ ആരാണ് ഉദ്ദേശിക്കുന്നത്, താണ്ടെ ലോങ് ഫ്രം SBI കണ്ടോ, അതാണ് ലോങ് ടൈം ബോറോവിങ്സ് നമ്പർ 8 ലക്ഷം. ഇനി ലോങ് ടൈം പ്രൊവിഷൻ പറഞ്ഞാൽ ആരാണ്, പ്രൊവിഷൻസ് ഫോർ എംപ്ലോയി വെൽഫെയർ ഫണ്ട് കണ്ടോ, 6 ലക്ഷം രൂപ. കണ്ടല്ലോ. ഈ 2ന്റെ എമൗണ്ട് ആണ് എവിടെ കാണിക്കുന്നത്, നമ്മൾ നേരെ ഔട്ടറിൽ കാണിക്കുന്നത്. കണ്ടല്ലോ. ഒരൈറ്റം ഉള്ളത് മാത്രം കൊണ്ടാണ് നമ്മൾ ഈ എമൗണ്ട് ഇവിടെ കാണിക്കുന്നത്. നേരെ മറിച്ച് ഒന്നിൽ കൂടുതൽ വരുവാണെങ്കിലോ ഇതേപോലെ നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതി പോകണം, ഹെഡിങ് എഴുതിയിട്ട് എഴുതി പോകണം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം, അവിടെ കാണിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഒരൈറ്റം ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ എമൗണ്ട് മാത്രം കാണിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് 3ാമത്തെ ഫോർമാറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു, 4 ഐറ്റംസ് ഉണ്ടായിരുന്നു അല്ലേ. ലോങ് ടൈം ബോറോവിങ്സ്,
ഡിഫേർഡ് ടാക്സ് ലൈബിലിറ്റി, അതർ ലോങ് ടൈം ലൈബിലിറ്റി, ലോങ് ടൈം പ്രൊവിഷൻ. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റിന് അത് 2 ഐറ്റം ഉള്ളൂ. ആരൊക്കെയാണ്? ലോങ് ടൈം ബോറോവിങ്സും ലോങ് ടൈം പ്രൊവിഷനും. അപ്പോൾ ആ 2 ഐറ്റം മാത്രം എഴുതിയാൽ മതി. ഇവരില്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, ഇനി അടുത്താരാണ്? 4ാമത്തെ കറണ്ട് ലൈബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമാറ്റ് നോക്കി, അവിടെ ആരൊക്കെ ഉണ്ട്? 4 ഐറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് 4 ഐറ്റംസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഷോർട്ട് ടൈം ബോറോവിങ്സ് എത്ര രൂപ? 4,90,200 ആണ് അല്ലേ. അപ്പോൾ ഏതാണ് ഷോർട്ട് ടൈം ബോറോവിങ്സ്? കേട്ടോ, ഷോർട്ട് ടൈം ലോൺ ഫ്രം ബാങ്ക് ആണ്. അതാണ് ഷോർട്ട് ടൈം ബോറോവിങ്സ്. എത്ര? 4,90,200. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് എവിടെ കാണിച്ചു? നമ്മുടെ ഔട്ടറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തതാണ് ട്രേഡ് പേബിൾ അല്ലേ. അപ്പോൾ ട്രേഡ് പേബിൾ നമ്മൾ വർക്കിനോട്ട് എത്ര കാണിച്ചു? 2 കാണിച്ചു. അതെന്താ കാണിക്കാനുള്ള കാരണം? അത് നമ്മൾ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വർക്കിനോട്ട് നമ്പർ 2 കൊടുത്തിട്ട് ട്രേഡ് പേബിൾ എന്ന് എഴുതുക, അത് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഫണ്ട് ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 1,00,0,020. ബിൽസുകൾ എത്രയാണ്? 85,100 ആണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1,85,120 വരും അല്ലേ. നിങ്ങളുടെ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ നോക്കി കണ്ടോ, ഈ 2 ഐറ്റം. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രേഡ് പേബിൾ കിട്ടും. അതാണ് വർക്കിനോട്ട് നമ്പർ 2 കാണിക്കുന്നത്. കണ്ടല്ലോ, ട്രേഡ് പേബിൾ എന്ന് 2 കാണിച്ചിട്ട് 1,85,120 കാണിക്കുന്നത്. കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തെന്തുവാ? ആധാർ കാർഡ് ലൈബിലിറ്റി ആണ് അല്ലേ. ആധാർ കാർഡ് ലൈബിലിറ്റി അല്ലേ. അപ്പോൾ ഏതാണ് ആധാർ കാർഡ് ലൈബിലിറ്റി? അൺപെയ്ഡ് ഡിവിഡൻഡ്. അപ്പം വേറെ ഐറ്റംസ് ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് എന്ത് ചെയ്യാം? 64,800 അതുപോലെ കാണിക്കാം. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി അടുത്താണ് ഷോർട്ട് ടൈം പ്രൊവിഷൻ ആണ് അല്ലേ. അപ്പോൾ ഷോർട്ട് ടൈം പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് ടൈം പ്രൊവിഷൻ ഇപ്പോൾ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് ടൈം പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ആരാ ഉദ്ദേശിക്കുന്നത് അറിയാമോ? പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്. നമ്മൾ എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് എടുക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഷോർട്ട് ടൈം ബോറോവിങ്സ് ആരാണ്? പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്. എത്ര രൂപ? 1,64,000 ആണ്. ഓക്കെ, ഇതൊന്ന് തിരുത്തണേ. ഞാൻ നേരത്തെ പറഞ്ഞത് എടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇത് എടുക്കണം കേട്ടോ. ഇത് ഷോർട്ട് ടൈം ബോറോവിങ്സ് ആണ്. 1,64,000 കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം ബോറോവിങ്സ് പറഞ്ഞില്ലേ, ഷോർട്ട് ടൈം ബോറോവിങ്സ് അല്ല, ഷോർട്ട് ടൈം പ്രൊവിഷൻസ് കേട്ടോ. 1,64,000 ആണ്. ഓക്കെ, അപ്പോൾ അത്ര ഐറ്റംസ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യണം ലാസ്റ്റിലെല്ലാം കൂടെ ടോട്ടൽ ചെയ്യണം കേട്ടോ. ഇതെല്ലാം നില്ല ഒഴികെ ബാക്കി ചെയ്യണം, എല്ലാം കൂടെ ടോട്ടൽ ചെയ്യണം കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 74,007,100 എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത അസറ്റാണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരുന്നുണ്ട്? നോൺ കറണ്ട് അസറ്റ് ആണ് അല്ലേ. അപ്പോൾ ഏഴ് ടാഞ്ചിബിൾ മാത്രമേ വരുന്നുള്ളൂ, ഇൻടാഞ്ചിബിളും വരുന്നുണ്ട് അല്ലേ. ടാഞ്ചിബിളും ഉണ്ട്, ഇൻടാഞ്ചിബിളും ഉണ്ട്. അപ്പോൾ ടാഞ്ചിബിൾ ആരൊക്കെയാണ്? ഫർണിച്ചറും പ്രീമിയസസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വർക്കിനോട്ട് നമ്പർ 3 ആയിട്ട് കാണിക്കാം. ടാഞ്ചിബിൾ അസറ്റ് എഴുതിയിട്ട് പ്രീമിയസസ് 39,940, ഫർണിച്ചർ ആൻഡ് ഫിക്റ്റേഴ്സ് 7, 50,000 കേട്ടോ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയും? 46, 59, 940 വരും. ആ എമൗണ്ട് ആണ് എവിടെ കാണിച്ചിരിക്കുന്നത്? വർക്കിനോട്ട് നമ്പർ 3 കാണിച്ചിരിക്കുന്നത് കേട്ടല്ലോ. ഇനി അടുത്തവരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ എത്ര തന്നിരിക്കുന്നത്? 10 ലക്ഷമാണ്. അപ്പോൾ അതാരാണ് ഉദ്ദേശിക്കുന്നത്? പേറ്റൻസ് ആണ് കേട്ടോ. അത് ഒരു ഐറ്റം മാത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ എമൗണ്ട് മാത്രം എഴുതുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഐറ്റംസ് കഴിഞ്ഞു. ഓക്കെ അല്ലേ. ഇനി അടുത്തവരാണ് അതർ നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ അതർ നോൺ കറണ്ട് അസറ്റ് നമ്മൾ ആരാ ഉദ്ദേശിക്കുന്നത്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ആണ്, 25,000. അപ്പോൾ നമ്മളത് അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? കറണ്ട് അസറ്റ് ആണ് അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ. കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഈ കറണ്ട് ഇൻവെസ്റ്റ് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 8% ഗവൺമെന്റ് ബോൺസ് ആണ്, 3,36,000. ആ എമൗണ്ട് നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻവെന്ററീസ് അറിയാലോ, അത് നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലേ. തന്നിട്ടുണ്ട്. ഏതാണ്? സ്റ്റോക്ക് ട്രേഡ് ആണ്, 3,55,600 ആണ്. അപ്പോൾ നമ്മൾ അത് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ട്രേഡ് റിസൾട്ട് അറിയാലോ, അത് നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് കേട്ടല്ലോ. ട്രേഡ് റിസൾട്ട് 3,66,240, അത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആരാ ഉദ്ദേശിക്കുന്നത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആരാ ഉദ്ദേശിക്കുന്നത്? ക്യാഷ് ആൻഡ് ബാങ്കിനാണ്, 3,14,320 ആണ്. അപ്പോൾ നമ്മൾ അതവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസ് അല്ലേ. അപ്പോൾ ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസ് ആരാണ്? അഡ്വാൻസ് ടു എംപ്ലോയീസ് ആണ് അല്ലേ. പിന്നെന്താണ്? അതർ കറണ്ട് അസറ്റ് എത്രയാണ്? 50,000 രൂപ. അത് കറണ്ട് അസറ്റ് എത്ര രൂപ? 50,000. അത് നമ്മൾ എന്താണ് എടുത്തു? അഡ്വാൻസ് ടാക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് അത്. ഇനി എന്ത് ചെയ്യണം? അസറ്റ് എല്ലാം കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ എത്രയും? 74,007,100. ഈ എമൗണ്ട് തന്നെയാണ് എവിടെ വരുന്നത്? ലൈബിലിറ്റിയിലും വരുന്നത് കണ്ടല്ലോ.
അപ്പോൾ ഇത്ര ഉള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തപ്പോൾ എടുക്കേണ്ടെന്ന് പറഞ്ഞ ആരാണ്? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പറഞ്ഞാൽ ഷോർട്ട് ടൈം എന്തായിട്ട് എടുക്കണം? പ്രൊവിഷനായിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. ഷോർട്ട് ടൈം ബോറോവിങ്സ് അല്ല, ഷോർട്ട് ടൈം പ്രൊവിഷൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം നന്നായിട്ട് എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ.